ഹലോ ഗെയ്സ്, എല്ലാവർക്കും ചാവക്കാടൻ ബ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ആലപ്പുഴ ബീച്ചിലാണ്. ആലപ്പുഴ ബീച്ചിൽ വന്നപ്പോൾ ഒരു കാഴ്ച കാണാൻ സാധിച്ചു. ഫിഷിംഗ് ആണ്. ചൂണ്ടയിൽ മീൻ പിടിക്കുന്ന ഒരു ചേട്ടനും ചേട്ടൻ്റെ മകനും. നമുക്ക് പരിചയപ്പെടാം അവരെ. ഓക്കേ, ഹലോ, എന്താ എൻ്റെ പേര്? സിയാൻ. ഇന്ന് ക്ലാസ്സിലായിരുന്നു. പറ്റി കലോത്സവം. ഓക്കെ, എന്നാ പരിപാടി ഇന്ന്? ചൂണ്ടയിടാനായിട്ട് അച്ഛനാവപ്പോ അല്ലേ? ആ, എന്നാ നിങ്ങളുടെ തീറ്റ എന്നാ ഒന്ന് കാണിക്കാം. ചെമ്മീനല്ലേ? ചെമ്മീൻ ഇട്ടാ എന്നൊക്കെ കിട്ടൂടാ ഇവിടെ? തെരണ്ടി കിട്ടും, കാരി കിട്ടും. തെരണ്ടി കാരിയൊക്കെ കിട്ടും. നിങ്ങളിപ്പോൾ വന്നതേ ഉള്ളോ? ഇതാണോ അച്ഛൻ? ചേട്ടൻ്റെ പേരെന്തുവാ? നാസർ. നാസർക്കാരുടെ വീട് ഇവിടെ തന്നെയാണോ? ആലശ്ശേരി തന്നെ. ഇവിടെയല്ല, ആലശ്ശേരി. 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 ഇച്ചിരി ഇങ്ങോട്ട് നിൽക്കുമോ? ആലശ്ശേരി. ഇതിപ്പോൾ എന്നാ ചെയ്യുന്നത്? ഞാൻ ചെമ്മീൻ കൊറുക്കുക. ചെമ്മീനാണ് തീറ്റയായിട്ട് ഇടുന്നത് അല്ലേ? എന്നും വരുമോ? എന്നും വരും, ഡെയിലി വരും. ഡെയിലി ഈ സമയത്ത് വരുമോ? അതോ ഡെയിലി ഈ സമയമാകുമ്പോൾ വരും. ഈ സമയമാകുമ്പോൾ വരും. ഈ സമയം വരെ വന്നു കഴിഞ്ഞാൽ 3:45 വരെ നിൽക്കും. എന്നൊക്കെ കിട്ടിയിട്ടുണ്ട്? നമുക്ക് തെരണ്ടി കിട്ടിയിട്ടുണ്ട്. തെരണ്ടി കിട്ടിയിട്ടുണ്ട്. പറ്റ കിട്ടിയിട്ടുണ്ട്. പിന്നെ കുട്ടൻ കിട്ടിയിട്ടുണ്ട്. പല്ലിക്കോര. ഇതൊക്കെ എത്ര വെയിറ്റ് വന്നിട്ടുണ്ട്? എടാ, അതിൽ നിന്ന് ആ ചെമ്മീൻ പൊളിച്ചാൽ തടിയിരിക്കുന്നുണ്ട. അതിൽ ഞങ്ങൾക്ക് എങ്ങനെ വന്നാലും തെരണ്ടി ഒരു 7-8 കിലോ അടുത്തോളം കിട്ടിയിട്ടുണ്ട്. ഈ ചൂണ്ട ഇത് സ്റ്റിക്കാണ്, സാധാ ചൂണ്ടല്ല, സ്റ്റിക്കാണ്. നമുക്ക് ഒരു 30 കിലോ 35 കിലോ വരെ പിടിക്കാം. വലിച്ചോണ്ട് പോകത്തില്ല? വലിച്ചോണ്ട് പൊട്ടത്തില്ല. എത്ര വലിച്ചോണ്ട് പോയാലും ഇത് വലിച്ചോണ്ട് പോയാലും പൊട്ടത്തില്ല. അപ്പോൾ ഇത് എത്ര ദൂരം വരെ പോകും? ഇതൊരു 100 മീറ്റർ വരെ പോകും. ഈ 100 മീറ്റർ എന്ന് പറഞ്ഞാൽ ഇവിടെ നല്ല താഴ്ചയാണ്. 100 മീറ്റർ എന്ന് പറഞ്ഞാൽ നല്ല താഴ്ച. ഇത് ബീച്ചിന്റെ തൊട്ടടുത്താണല്ലേ? ബീച്ചിന്റെ തൊട്ട് പറ്റുക. അപ്പൊ ഇവിടെ ആൾക്കാർ ഇറങ്ങത്തില്ല? ഇവിടെ ഇറങ്ങും, ആൾക്കാർ ഇറങ്ങട്ടെ. ഈ കടൽത്തര ഇത് ഒഴുക്കും കൂടെ ഉള്ളതാ. ഈ ഒഴുക്കിനാണ് തെരണ്ടി വീഴുന്നത്. അതിനാണ് കുളിക്കാനായിട്ട് ആൾക്കാർ ഇവിടെ കുളിക്കാൻ ഇറങ്ങുന്ന അപ്പുറം സൈഡ്. അത് ഈ സമയത്ത് ഇറങ്ങത്തില്ല. ഈ സമയത്തൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോൾ പണി വാങ്ങിക്കും. ചെളിയാണ്. ഓക്കെ, അപ്പൊ ഇത് എറിയാൻ പോവാണല്ലേ? എറിയാൻ പോവാ. വിധി ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടും. ചേട്ടൻ പറയുന്നത് വിധി ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടുമെന്നാണ്. എന്തായാലും ഒരുപാട് ചൂണ്ടയുടെയും അതുപോലെ തന്നെ എറിയുന്നതിൻ്റെയും മീൻ പിടിക്കുന്നതിൻ്റെയൊക്കെ ദൃശ്യങ്ങളൊക്കെ നമ്മൾ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്. എന്നാലും നാസർക്കാടെ കലാവിരുത് നമുക്കൊന്ന് നോക്കാം. എന്തെങ്കിലും കിട്ടുമോ ഇല്ലയോ നോക്കാം. അങ്ങ് ദൂരെ കാണുന്നതാണ് ആലപ്പുഴ ബീച്ച്. ആലപ്പുഴ ബീച്ചിൻ്റെ ഏകദേശം റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങുന്നവർക്ക് പെട്ടെന്ന് കടൽ കാണാനായിട്ട് വരാനും ഇറങ്ങാനും പറ്റിയ ഒരു സ്ഥലമാണ് ഈ സ്പോട്ട്. ഇവിടുന്ന് അങ്ങ് ദൂരെ കാണുന്നതാണ് ബീച്ചും അതുപോലെ തന്നെ പണ്ടത്തെ പാലം ഇന്ന് പൊളിഞ്ഞ് വീഴാറായി നിൽക്കുന്ന ഒരു പാലത്തിൻ്റെ അവസ്ഥയൊക്കെ നമുക്ക് കാണാം. എന്തായാലും യാദൃശ്ചികമായിട്ട് ആലപ്പുഴ വന്നപ്പോഴത്തേനാണ് മീൻ പിടിക്കുന്ന രംഗം കണ്ടത്. എന്തായാലും മീൻ എന്തെങ്കിലും കിട്ടുമോ ഇല്ലയോ നമുക്ക് നോക്കാം. അതിനു മുമ്പ് നമ്മുടെ ചാവക്കാടൻ വ്ളോഗ്സ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കേ. മീൻ പിടിക്കാൻ പോകുന്ന വള്ളത്തിൽ നിന്ന് തുടങ്ങാം. വള്ളം എന്നൊക്കെ ഉള്ള പേരേ ഉള്ളൂ. ഇതിനകത്ത് യമഹ എൻജിൻ ഘടിപ്പിച്ച് കഴിഞ്ഞാൽ ഇവനൊക്കെ പോകുന്ന പോക്ക് കണ്ട കപ്പൽ പോകുന്നതിനേക്കാളും സ്പീഡിൽ പോകും.
ഇതിൽ ഓരോരോ തട്ടുകളാണുള്ളത്. വല വെക്കാനും വലയിൽ നിന്ന് വീഴുന്ന മീനുകൾ ഇടാനും, അതുപോലെ നടുക്ക് കാണുന്ന ഒരു ചെറിയൊരു അറയും. അതിനകത്ത് എന്താണെന്ന് നമുക്കറിയില്ല. ചെമ്മീനും മേടിച്ചിട്ട് വന്നിട്ട് സാധനത്തിനെ പിടിക്കാൻ വേണ്ടി അതെ, 100 രൂപയുടെ അതെ ചെമ്മീൻ, ഫ്രഷ് ചെമ്മീനാണ് മേടിച്ച് തീറ്റയായിട്ട് ഇടുന്നത്. ഇവർ പറയുകയാണ് നല്ല ഒഴുക്കുള്ള സമയമായതുകൊണ്ട് മീൻ പിടിക്കുന്നില്ല, എന്നാലും മീനും കൊണ്ടേ പോകത്തുള്ളൂ. എന്തോ വന്ന് കറമ്പുന്ന തിന്നുന്ന എന്തുവാ? കതിരാനെന്ന് പറയുന്ന സാധനം. കതിരാൻ, അതിന് ചെറിയ വായാണ്. ചെറിയ വായ. അത് വന്ന് ചൂണ്ട അതിന്റെ വായടകത്ത് കയറത്തില്ല. ഇല്ല, കയറത്തില്ല. അപ്പൊ അത് വന്നിങ്ങനെ ഞറമ്പി തിന്നോണ്ടിരിക്കും. അപ്പൊ നമ്മള് വലിയ മീൻ പിടിച്ചെന്നും പറഞ്ഞ് പിടിച്ച് വലിക്കും. മൊത്തം ഈ ചെമ്മിനെല്ലാം മൊത്തം തിന്നും. നമുക്ക് അവസാനം പിടിക്കത്തുമില്ല. വലിയ മീനാണെന്നുണ്ടെങ്കിൽ വന്ന് വിഴുങ്ങിക്കളയും. പിന്നെ ഇത് തന്നെ, ഇത് വലിച്ചോണ്ട് അങ്ങ് പോവോ? വലിച്ചോണ്ട് പോകും, മതി. അപ്പൊ ഈ കുറെ നേരം അങ്ങ് പോയി ക്ഷീണിച്ച് പിന്നെ അവൻ നമ്മുടെ വരുതിക്ക് വരും. അപ്പൊ നമ്മൾ ഇത് വന്ന് പിടിച്ച ഉടനെ നമ്മൾ വലിക്കത്തില്ല, വലിക്കും. കേറത്തുള്ളൂ. അല്ല, വലിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ വിട്ടു കൊടുക്കുവോ അതോ? ഇല്ലല്ലോ, വലിച്ചാ പിന്നെ ഇങ്ങോട്ട് തന്നെ പിടിക്കത്തുള്ളൂ. ഇങ്ങോട്ട് തന്നെ പിടിക്കും. അല്ലെ അവൻ ഊരിപ്പോയി. പിന്നെ ചൂണ്ടയുടെ അങ്ങനത്തെ ഒരു സാധനം. എന്തായാലും രണ്ടാമത്തെ, നമ്മൾ വന്നതിന് ശേഷം രണ്ടാമത്തെ എയറാണ്. വല്ലതും കിട്ടുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. നമുക്ക് വള്ളവുമായി കടലിൽ പോകുന്നൊരു ചേട്ടനെ പരിചയപ്പെടാം. ചേട്ടൻ്റെ പേരെന്തോ? എൻ്റെ പേര് രാജീവ്. രാജീവ്. എത്ര വള്ളമുണ്ട്? ഒരു വള്ളമുണ്ട്. വള്ളമാണോ ബോട്ടാണോ? വള്ളം. അപ്പൊ ഈ ഫൈബർ വള്ളം അത് യമഹ ഒക്കെ വെച്ചിട്ട്, അല്ലാതെ ഇപ്പൊ തുഴയുന്ന പരിപാടിയൊന്നും പണ്ട് തുഴയുന്ന പരിപാടി ഇല്ല. അതല്ലേ ഉള്ളായിരുന്നല്ലേ. ഈ വള്ളത്തിന് എന്നാ വില വരുന്നുണ്ട്? വള്ളത്തിന് ഇപ്പൊ 2.5 ലക്ഷം രൂപ. ഇപ്പം ഞാൻ പണി ചെയ്തുകൊണ്ടിരിക്കുന്ന വള്ളത്തിന് 2.5 ലക്ഷം രൂപ. 2 ലക്ഷം രൂപ. സ്വന്തം വള്ളം. എത്ര പണിക്കാരുണ്ട് വള്ളത്തില്? 7 പണിക്കാരുണ്ട്. 7 പണിക്കാര്. അപ്പൊ നിങ്ങൾ എങ്ങനെ, കടൽ അറിഞ്ഞാണോ പോകുന്നത് അതോ ഡെയിലി അങ്ങ് പോകും? ഡെയിലി പോകും. എല്ലാ ദിവസവും? മഴ ഉണ്ടെങ്കിലും മഴയില്ലേലും. അന്തരീക്ഷം മോശമാണ്, പോകത്തില്ല. അന്തരീക്ഷം മോശമാണെന്ന് എങ്ങനെ? ഈ അന്തരീക്ഷം മോശമാണെന്ന് നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റുമല്ലോ. വെളുപ്പിന് എഴുന്നേൽക്കുമ്പോൾ തന്നെ ഒരു അന്തരീക്ഷത്തിന്, മേഘത്തിന് നോക്കുമ്പോൾ തന്നെ നമ്മുടെ മനുഷ്യർക്ക് അങ്ങനത്തെ ഒരു ബന്ധമുണ്ട്. അതിനൊരു ബന്ധമുണ്ട്. എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും. അപ്പൊ നിങ്ങളുടെ ഈ വയർലെസ് സംവിധാനമൊക്കെ ഉണ്ട്. അപ്പൊ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ട് ആശയവിനിമയം നമുക്ക് രക്ഷപ്പെടാനുള്ള സമയം നമ്മൾ നോക്കിയിരിക്കും. അപ്പൊ വെളുപ്പിന് എത്ര മണിയാകുമ്പോഴാണ് നിങ്ങൾ പോകുന്നത്? ഞങ്ങൾ 4 മണിയൊക്കെ പോകും, 3 മണിക്ക് പോകും. അങ്ങനെ നമുക്ക് ഈ പോകുന്നതിന് ഒരു ടൈമില്ല സത്യം പറഞ്ഞാൽ. അപ്പൊ എത്ര ദൂരം ഇവിടുന്ന് പോകും? അതും പറയാൻ പറ്റത്തില്ല. എന്നാലും ഏകദേശം എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മള് ചെറിയ വെള്ളമൊക്കെ ആയതുകൊണ്ട് നമ്മളൊരു 7-8 കിലോമീറ്റർ ഒക്കെ വരെ പോകും. 7 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ഇവിടെ നോക്കിയാൽ ഇപ്പൊ ഒരു നോട്ടത്തിന് ഒരു കരട് പോലൊക്കെ കാണാൻ പറ്റും. കരട് ഒരു കടുകിന്റെ അത്രയൊക്കെ ആയിട്ട് രൂപ. അത് കണ്ണിന് നല്ല ലെൻസ് ഉള്ളവരെ അത് കാണാനും പറ്റത്തില്ല. ബൈനോക്കുലർ എന്തെങ്കിലും സംവിധാനം നിങ്ങളുടെ ഉണ്ടോ? ഇല്ല. അപ്പൊ നിങ്ങൾക്ക് കര കാണാൻ പറ്റുമോ? അവിടെ നിന്നാ കാണാൻ പറ്റും. കരയിലെ വെട്ടവും വെളിച്ചവും എല്ലാം കാണാൻ പറ്റും. അപ്പോൾ 5 കിലോമീറ്റർ എന്ന് പറയുമ്പോഴത്തെ അപ്പോൾ ഈ ഉൾക്കടലിലേക്കൊക്കെ ഈ വെള്ളം പോകത്തില്ല. നമ്മുടെ വെള്ളമൊന്നും പോകത്തില്ല, നമ്മുടെയൊക്കെ ചെറിയ വെള്ളമല്ലേ. അപ്പോൾ എത്ര ദിവസം കഴിയും നിങ്ങൾ തിരിച്ചു വരണമെന്നുണ്ട്? നമ്മൾ അന്നന്ന് പണിയെടുത്ത് കയറുന്നു. എന്തൊക്കെ മീനുകളാണ് സ്വാഭാവികമായിട്ടും നമുക്ക് കിട്ടുന്നത്? എപ്പോഴും സാധാരണ എപ്പോഴും കിട്ടുന്നത് ചെമ്മീൻ തന്നെ. ചെമ്മീൻ്റെ പണിയാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ല, ചെമ്മീൻ അല്ലാതെ വേറെ? ചെമ്മീനല്ലാതെ ഈ ചെള്ളയുമായിട്ട് പറ്റിയിരിക്കുന്ന സാധനമാണ് നമുക്ക് കിട്ടുന്നത്. മാന്തല്, ഞണ്ട്, നങ്ക് എന്നൊക്കെ പറയുന്ന സാധനമുണ്ട്. നമുക്ക് ഒരു വലയുടെ നീളവും വീതി എന്നൊക്കെ പറഞ്ഞ് എങ്ങനെ അതിന്റെ ഇപ്പൊ ഞാൻ ഇപ്പൊ പറഞ്ഞ സാധനത്തിന്റെ നീളം എന്ന് പറയുമ്പോ ഒരു 15 മീറ്റർ നീളം കാണും. 15 മീറ്റർ നീളം തന്നെ കാണും. അത് നിങ്ങളെങ്ങനെ നമ്മൾ ഈ കടലിലൊക്കെ പോകുമ്പോൾ ഈ മറ്റേ വലിയ ബോട്ടിലൊക്കെ പോകുന്ന പോലെ താഴേക്ക് ഇറങ്ങും? അതായത് കടലിലേക്ക് ചാടിയിട്ടാണോ ആ പരിപാടി? അല്ലാതെ ചില ബോട്ടുകളിലൊക്കെ നമുക്ക് കാണാമല്ലോ ഈ ആൾക്കാർ വെള്ളത്തിലേക്ക് ചാടി. അത് നമ്മുടെ ഈ കടലിൽ ആരും അങ്ങനത്തെ ആ തൊഴിലില്ല.
ഇല്ല. വേറെ രാജ്യങ്ങളിൽ ആ തൊഴിലുണ്ട്, വെള്ളത്തിലൊക്കെ ഇറങ്ങിയിട്ട് മീനെ പിടിച്ച്. നമ്മൾ ഈ ചില ഈ മലയാളികൾ തന്നെ ചെയ്യുന്ന വ്ളോഗിനകത്ത് കാണാമല്ലോ ഇങ്ങനെ ചാടി. നമ്മുടെ ഈ നാട്ടിലല്ലായിരിക്കും, അത് വേറെ രാജ്യത്ത് പോയിട്ടായിരിക്കും അവർ ആ പണി എടുത്തിട്ടുള്ളത്. അല്ല, നമ്മുടെ ഈ കടലിൽ അങ്ങനെ ആ സൈസ് തൊഴിലേ ഇല്ല. വലയുമായിട്ട് കടലിലേക്ക് വലയായിട്ട് ചാടുന്ന ലതീഷ് മറ്റേ വെള്ളത്തിൽ വലയുടെ തുമ്പുമായിട്ട് എങ്ങനെ അത് തന്നെ തുമ്പുമായിട്ട് ചാടുന്ന കാര്യം അത് ചെയ്യും. അത് ചെയ്യുന്ന വലയുടെ ഒരു അറ്റമായിട്ട് ചാടുന്നത്. അറ്റമായിട്ട് ചാടിയിട്ട് വല ഇങ്ങനെ റൗണ്ട് ചെയ്ത് അടിച്ച് ഇങ്ങനെ വരുമ്പം ആ ആളിന്റെ ഇതിന്റെ അറ്റം ഇരിക്കുന്നത്. അപ്പൊ നമ്മൾ ആ ആളിന്റെ അറ്റം വരെ ഓടിച്ച് ചെന്നാലേ അത് എടുത്തിട്ട് നമുക്ക് വല കയറ്റാൻ പറ്റത്തുള്ളൂ. അതാണ് ആ ചാട്ടം. ഇല്ലെന്നുണ്ടെങ്കിൽ എന്നറിയാം, നമ്മുടെ ഈ വ്ളോഗ് കാണുന്ന പ്രേക്ഷകർ ചിലപ്പോൾ ഇതിന്റെ അടി കമന്റ് ആയിട്ട് വരും, ചേട്ടൻ അതിനെ കുറിച്ച് വലിയ ധാരണ ഇല്ലെന്ന്. അപ്പൊ ശരിയാണ്, ഞാൻ ഒന്നെങ്കിൽ ഞാൻ ചോദിച്ചതിന്റെ മിസ്റ്റേക്ക് ആയിരിക്കും, അല്ലെങ്കിൽ ചേട്ടൻ കേട്ടതിന്റെ ചോദിച്ചതിന്റെ മിസ്റ്റേക്ക്. അപ്പൊ നമ്മുടെ ഈ രാജ്യത്ത് അങ്ങനെ വെള്ളത്തിൽ ചാടി മീൻ പിടിക്കുന്ന പരിപാടിയില്ല. ഇത് വല എറിയാൻ വേണ്ടി, വല അടിച്ച് പോകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരാളെ ഇറക്കി വിടും ഇതിന്റെ തുമ്പുമായിട്ട്. അത് ലൈലൻഡ് ആണ്. ലൈലൻഡ് അല്ല, ചെറിയ വെള്ളത്തിലൊക്കെ ഉണ്ട്. ഇന്ന് പോയില്ലേ? ഇന്ന് പോയിട്ട് വന്ന് ഒന്നും കിട്ടിയില്ല. 1500 രൂപ ഇട്ടിട്ട് 1400 രൂപ വണ്ടിക്കൂലി കൊടുത്തു. എത്ര രൂപയുടെ ഡീസൽ വേണ്ടി വരും? ഡീസലല്ല, മണ്ണെണ്ണയും പെട്രോളും. അപ്പൊ നിങ്ങൾ സ്റ്റോക്ക് ചെയ്യോ വണ്ടിക്കകത്ത്, അതോ നിറച്ചു പോവാണോ? ഇല്ല, സ്റ്റോക്കൊന്നും ചെയ്തില്ല. നമുക്ക് അന്നന്ന് പണിയെടുക്കാനുള്ള എണ്ണയായിട്ട് പോകത്തുള്ളൂ. നമുക്ക് ഇത്ര മണിക്കൂർ പണിയെടുക്കാനുള്ള എണ്ണ നമ്മുടെ ഒരു കാര്യത്തിലുണ്ടല്ലേ. അപ്പൊ അത് തീരുന്നതിന് മുമ്പ് നിങ്ങൾ തിരിച്ചു വരും? തീരുന്നതിന് മുമ്പ് എന്നല്ല, അത് മുമ്പ് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾ എത്ര നേരം വെയിറ്റ് ചെയ്യും മീനിന് വേണ്ടി? അങ്ങനെ പറയാൻ പറ്റില്ല. അല്ല, അപ്പൊ തന്നെ നമ്മള് പോകുന്ന സമയത്ത് തന്നെ കിട്ടിയ അപ്പൊ തന്നെ വരത്തില്ലേ? അല്ല, ഞാൻ ചോദിക്കുന്നത് അങ്ങനല്ല. വല ഇട്ടിട്ട് സാധാരണ എത്ര നേരം നമുക്ക് അറിയാൻ പറ്റും? ഒരു 10-15 മിനിറ്റ് അറിയാൻ പറ്റും. അപ്പൊ തന്നെ നമ്മൾ വലിച്ച് നേരെ വലയായിട്ട് മീൻ നമ്മുടെ ആവശ്യത്തിന് കിട്ടിയിട്ടുണ്ട്. നമ്മൾ അപ്പൊ തന്നെ വെള്ളം കൊണ്ട് മീൻ കൊടുക്കേണ്ട സ്ഥലത്ത് കൊണ്ട് കൊടുത്ത് കാശ് മേടിക്കുക എന്നുള്ള ഏറ്റവും വലിയ കാര്യം. നിങ്ങളുടെ ഈ വിൽപ്പനയുടെ രീതി അങ്ങനെ ഇവിടെ വന്ന് വേറെ ബ്രോക്കർമാർക്ക് കൊടുക്കുവാണോ, അതോ സാധാരണ കച്ചവടക്കാർക്ക് തന്നെ? കച്ചവടക്കാർ ഇഷ്ടം പോലെ ഇവിടെ വരും, കച്ചവടക്കാർ വന്ന് ലേലം വിളിച്ച് കൊടുത്തു പിടിയും. നമുക്ക് വള്ളത്തിൽ വരാൻ പറ്റും? ഇതുപോലുള്ള ഒരു ബ്ലോഗ് പരിപാടി ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ വള്ളത്തിന് നമുക്ക് വരാൻ പറ്റും. അപ്പൊ ഒരു കാര്യം പറയാം, ഇപ്പൊ നിങ്ങൾ ഈ കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ അന്നത്തെ തൊഴിൽ നിർത്തിയിട്ട് വേണം തന്നെയായിട്ട് പോകേണ്ടത്. അപ്പോൾ നമുക്ക് ഈ തീരദേശം മുഴുവനും വേണമെങ്കിൽ ഓടിച്ച് നമുക്ക് എല്ലാ കാര്യവും അറിയണമെങ്കിൽ അതിനുള്ള ചിലവ് അതിനൊരു 10,000 രൂപയെങ്കിലും ചിലവ് വരും. അതായത് എല്ലാവർക്കും അന്നത്തെ ദിവസത്തെ 10,000 രൂപ എണ്ണയും ഇതിന്റെ ശമ്പളമല്ല ചെലവ് മാത്രം. ഈ പെട്രോളും മണ്ണെണ്ണയോടെ മാത്രം ചിലവാണ്. പിന്നെ ആൾക്കാർക്ക് എന്ന് വെച്ചാൽ നമ്മുടെ കൂടെ ഉള്ളവർക്കും എന്തെങ്കിലും കൊടുക്കണം. അപ്പൊ നമ്മൾ ഫുഡ് വെക്കുവോ, അതോ നമ്മള് ഫുഡൊക്കെ വെള്ളത്തിൽ തന്നെ വെക്കും? നല്ല രസമായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു ദിവസം ചേട്ടനോടൊപ്പം നമ്മൾ വള്ളത്തിൽ പോകുന്നതായിരിക്കും. ഇപ്പൊ നമുക്ക് സമയമില്ല, എന്തായാലും ഞാൻ ചേട്ടന്റെ നമ്പറൊക്കെ ഞാൻ മേടിക്കുന്നുണ്ട്. ഒന്ന് വിളിച്ചിട്ട് ഒരു ദിവസം, ഏത് ദിവസമായിരിക്കും അങ്ങനെ വരാനാണെന്നുണ്ടെങ്കിൽ ഏത് ദിവസമായിരിക്കും നിങ്ങൾക്ക് സൗകര്യമുള്ള ദിവസം? ഞങ്ങളുടെ സൗകര്യം പറയാൻ പറ്റത്തില്ല. ചേട്ടന്റെ പേരെന്താ ചേട്ടാ? പേര് കേട്ടില്ല. ലതീഷ്, നല്ല പേര്. ചേട്ടനും വള്ളത്തെ പോകുന്ന ആളാ? ചേട്ടനാ? നിങ്ങൾ ചേട്ടനും അനിയനുവാ? അപ്പൊ എല്ലാ ദിവസവും ചേട്ടൻ്റെ കൂടെ കാണും. അപ്പം നമുക്കപ്പോൾ ഒരു ദിവസം ഒന്ന് വരണമെന്നുണ്ടെങ്കിൽ 7,000 രൂപ ചെലവ് വരും. അപ്പം മണ്ണെണ്ണ ചെലവ് നമ്മളെന്തായാലും എല്ലാ കാര്യം നമുക്ക് അറിയണ്ടേ. അതിനും വേണ്ടി നമ്മൾ ഇവിടെ മാത്രം ഓടി പോയാൽ പോരാ. ചിലപ്പോ ഇവിടുന്ന് കൊച്ചി വരെ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോ ഇവിടുന്ന് കൊച്ചി വരെ ഓടണം. എന്തെങ്കിലും ആദ്യമായിട്ട് വരുന്നവർക്ക് എന്തെങ്കിലും റിസ്കോ എന്തെങ്കിലും വല്ല ബുദ്ധിമുട്ടോ എന്തെങ്കിലും ഈ കടൽ ചൊരുക്കിനെ കുറിച്ചൊക്കെ ഉണ്ടാവും. ചില ആൾക്കാർക്കാണ്, അത് എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. അതിനെന്തെങ്കിലും നമ്മൾ ഗുളിക വണ്ടി കയറുമ്പോ നമ്മള് ബസ്സിനകത്ത് കയറുമ്പോ ഛർദിക്കുന്ന ആൾക്കാർ, അങ്ങനെയുള്ള ഒരു അതുപോലൊരു സാധനം ഉണ്ട്. അത് എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. ഇല്ല. എന്തെങ്കിലും മറ്റേ ഗുളിക അങ്ങനെയുള്ള വല്ല നമ്മൾ കരുതുമോ? അതിന് ഇല്ല. അല്ല, ഞാൻ ചോദിക്കുന്നത് നമ്മള് വരാൻ പോകുന്ന ഇപ്പം ഫോട്ടോഗ്രാഫറായ ചേട്ടനായാലും ശരി, ചേട്ടന് ചിലപ്പോ കരുതിയാ കൊള്ളും. നമ്മൾ കരുതിക്കോണം. അല്ലാതെ നിങ്ങൾക്ക് ആ പ്രോബ്ലം ഇല്ല. ഞാൻ ചോദിച്ചത് നമ്മൾ പുതിയതായിട്ട് ഒരാൾ വന്നു കഴിഞ്ഞാൽ ചിലപ്പോ കാണും. അപ്പൊ നമ്മൾ ഫുഡൊക്കെ വെച്ച് ഒരു ഡേ ഫുള്ള് ഉണ്ടാവുമോ, അതോ ഒരു ഡേ ഫുള്ള് നമുക്ക് കടലിൽ നിൽക്കാൻ പറ്റുമോ? ഒരു പകല് മുഴുവനും അത് പറ്റും. നമുക്ക് മീൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അപ്പൊ
മീൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും പെട്ടെന്ന് തിരിച്ചു വന്നേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ കുറച്ച് സമയം നമ്മള് അത് മീനുള്ള സ്ഥലത്ത് നമ്മൾ പോകും തപ്പിപ്പോവും. പോയിട്ട് അത് വീഡിയോ കറക്റ്റ് ചെയ്യണ്ടേ? എടുക്കാം. അപ്പം അത് ചെയ്തിട്ടേ വരുത്തുള്ളൂ. അത് തപ്പിച്ചെല്ലും. അപ്പോൾ നമ്മൾ മീനുള്ള സ്ഥലത്ത് നമ്മൾ പോകുമെന്നാണ്, അല്ലെങ്കിൽ നമ്മളെ കൊണ്ടുപോകുമെന്നാണ് പറയുന്നത്. ഞാൻ ചെറിയൊരു വ്ലോഗിന്റെ പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരെ ഇന്ന് കിട്ടിയത് കൊണ്ടെന്ന് ചെറിയ കുറച്ച് കാര്യങ്ങളൊക്കെ ജനങ്ങൾക്ക് മുന്നിൽ എത്തിക്കാമല്ലോ എന്ന് കരുതി. ചേട്ടൻ്റെ പേരെങ്ങനെ? സണ്ണി. ചേട്ടനും വള്ളത്തിന്റെ പരിപാടി തന്നെ? ഇല്ല, പുറത്താ. എന്നാ പരിപാടി ഇവിടെ? എനിക്ക് കാർപ്പൻറ്റർ. അപ്പോൾ ഇന്ന് വർക്കില്ലായിരുന്നു? വർക്ക് കുറവാണ്. അപ്പോൾ ഇപ്പോൾ ഇറങ്ങിയത് ജസ്റ്റ് ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടി ഇറങ്ങിയതാണോ അതോ? അയ്യോ, ഞാൻ എടുത്തോളാൻ വരുന്നല്ലോ. നമുക്ക് മീനൊന്നും കിട്ടിയില്ല ഗെയ്സ്. നല്ല ചൂടും അതുപോലെ തന്നെ ഒഴുക്കും അല്ലേ? നല്ല അടിയൊഴുക്കും ഉണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ എന്താ പരിപാടി? ഇനിയിപ്പോൾ ഞങ്ങളുടെ പരിപാടി കായലിൽ പോകും. ഇവിടുന്ന് എന്തോരം ഉണ്ട് കായലിന്? ഇവിടെ നിന്ന് ഒരു അങ്ങനെ വന്നൊരു 10-15 കിലോമീറ്റർ ഇല്ലേ? 15 കിലോമീറ്റർ ഇല്ലേ? അത് ഏത് വഴിക്കാണ് പോകുന്നത് നിങ്ങൾ? ഞങ്ങൾ ജെട്ടി വഴി പോകും. അപ്പോൾ ഇനിയിപ്പോൾ കായലിലേക്കാണ് പരിപാടി. തിരിച്ച് ഇങ്ങോട്ട് വരുമോ? തിരിച്ചു വരുന്ന 7 മണിയാവും. 7 മണി രാത്രിയിൽ വിടും? രാത്രിയില്ല, 7 മണിയാകുമ്പോഴേ വരത്തുള്ളൂ. അവിടുന്ന് വരത്തുള്ളൂ. ബോട്ടിങ്ങില്ലല്ലേ? ഓക്കെ. ഇവിടെ കൊണ്ടുപോയി ബോട്ട് കയറ്റി കൊണ്ട് വണ്ടി വെക്കുക, അവിടുന്ന് 2 പാസ് എടുക്കുക, അവിടുന്ന് ബോട്ടേ കയറുക. ഒരു 1-1.5 മണിക്കൂറത്തെ ഓട്ടം ഉണ്ട്. എന്നിട്ടാണ് നിങ്ങൾ പോയി അവിടെ പോയി എല്ലാം സെറ്റായി. ചിലപ്പം ചോറൊക്കെ തിന്നണ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ചോറൊക്കെ മാറ്റി കൊടുത്തതിന് ശേഷം അടി തുടങ്ങും. അടി അവിടെ തുടങ്ങുന്ന 16 കായും സ്റ്റിക്ക് വരും. 16 കാ എന്ന് പറയുന്നത് ഞങ്ങളുടെ കയ്യിലെറിയുന്ന കാ. അതിൻ്റെ അകത്താണ് ഈ പരിപാടി നടക്കുന്നത്. കരിമീൻ, തൂളാൻ കിട്ടും. എന്നാലും ഒരു എത്ര വെയിറ്റ് കിട്ടും ഒരു ദിവസം? ഒരു ദിവസം എങ്ങനെ വന്നൊരു 2.5 കിലോ 2 കിലോ 1.5 കിലോ. അതോ വീട്ടിലേക്ക് എടുക്കും? ആവശ്യത്തിന് വീട്ടിലേക്ക് എടുത്താൽ തന്നെ ബാക്കി കൊടുത്തേക്കും. എല്ലാം കൂടെ വീട്ടിൽ കൊണ്ടുവെക്കാൻ ഒരു ദിവസം എത്ര രൂപയുടെ പണി നടക്കും? ഉണ്ടെങ്കിൽ പണി ചില ലെക്കാണിത്. ഈ ചൂണ്ടയെന്ന് പറഞ്ഞാൽ കിട്ടിയാ കിട്ടിയില്ല ഇല്ല. കിട്ടിയാ ചിലപ്പോ നമുക്ക് ഒരു 10,000-3000 രൂപ 4,000 രൂപ അടുത്ത് വരും. ഈ ചൂണ്ടയ്ക്ക് എന്നാ വിലയുണ്ട്? ഇത് 8,000 രൂപ ഉണ്ട്. 8,000 രൂപ വില വരുന്ന ചൂണ്ടയല്ലേ? സ്റ്റിക്ക് 8,000 വില വരുന്ന സ്റ്റിക്കാണ്. ഇത് എത്ര മടക്കാണ്? ഇത് 2 മടക്ക്. 2 മടക്ക്. ഇത് എവിടെ നിന്ന് മേടിച്ചേട്ടാ? ഇത് കോയമ്പത്തൂർ പോയി മേടിച്ചാണോ അതോ? കോയമ്പത്തൂർ ഓട്ടം പോയപ്പോൾ വാങ്ങിച്ചു. വണ്ടി ഓട്ടോ എനിക്ക്. അപ്പോൾ ഇന്ന് നമ്മുടെ വ്യൂവേഴ്സിനൊരു മീൻ കാണാനുള്ള ഭാഗ്യമില്ല. അപ്പോൾ ഗെയ്സ്, നമുക്ക് മീനൊന്നും കിട്ടിയില്ല. എന്തെങ്കിലും കിട്ടുമായിരുന്നെങ്കിൽ കാണാമായിരുന്നു. സത്യത്തിൽ ഫ്രണ്ട്സ്, മീൻ കിട്ടാഞ്ഞതല്ല, മീൻ പൊട്ടിച്ചോണ്ട് പോയതല്ലേ? ഹെവി വെയിറ്റ് വന്നപ്പോഴത്തേനും പൊട്ടിച്ചോണ്ട് പോയത്. അപ്പം ഞങ്ങൾ വീണ്ടും ഈയവും അതുപോലെ തന്നെ സകലമാന സംഗതികളും ഒപ്പിച്ചുകൊണ്ട് വന്ന് വീണ്ടും ഇടാനുള്ളൊരു പരിപാടിയാണ്. എന്തായാലും ഇന്ന് ഒരു മീനെ നമ്മൾ പൊക്കും. പൊക്കിയോട്ടുള്ള പരിപാടിയുള്ളു. ചെറുതായാലും വലുതായാലും ഇന്ന് അവനെ എടുക്കും. നല്ലൊരു ചൂണ്ട സെറ്റ് ചെയ്യുന്ന പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്.
തുഴ എറിയാൻ പോവുകയാണ്, ചൂണ്ട എറിയാൻ പോവുകയാണ് നാസർക്കാടൊപ്പം ഞാനും. അപ്പോൾ നാസർക്ക കിട്ടട്ടെ. ഇല്ല, ഞാൻ ഇച്ചിരി വൈഡായിട്ടാണ് നിൽക്കുന്നത്. ഇതിന് ഒരു തേരണ്ടിയെ ഞങ്ങൾ പിടിച്ചിരിക്കും. ഗേയ്സ്, മീനൊന്നും കിട്ടിയില്ല. പുള്ളിയുടെ പാട്ടിന് പോയി. ഞാൻ നേരെ ആലപ്പുഴ ബീച്ചിൽ വന്നു. ആലപ്പുഴ ബീച്ചിൽ നട്ടുച്ചയ്ക്കുള്ള കാഴ്ചയാണ്. എല്ലാവരും വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേന് ഇനി ഇവിടെ ആൾക്കാരെ നോക്കിയാൽ മതി. എന്തായാലും നമുക്ക് ഒന്ന് ബീച്ചിലിറങ്ങിയിട്ട് തിരിച്ചു വരാം. Get on my head. 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 ആലപ്പുഴയുടെ പഴയ പ്രതാപ കാലഘട്ടത്തിൻ്റെ ശേഷിപ്പുകളാണ് ഈ കാണുന്നത്. ഒരുപാട് ചരക്ക് കപ്പലുകളും ചെറു ബോട്ടുകളും ഒക്കെ അടുത്ത വ്യാപാര സംബന്ധമായി കൊച്ചിയേക്കാൾ കിടപിടിച്ചുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ ഇവിടുത്തെ പ്രതാപം അസ്തമിച്ചത് മുതലാണ് കൊച്ചി ഒരു വ്യവസായ കേന്ദ്രമായത്. കടൽ വ്യവസായവുമായി ബന്ധപ്പെട്ട് ഇത് അതിൻ്റെ ഒരു തിരിശേഷിപ്പാണ്. ഇത് പുനഃസ്ഥാപിക്കുകയോ അല്ലെങ്കിൽ പുതിയ പാലം പണിയുകയോ ചെയ്താൽ ഉറപ്പായും ആലപ്പുഴയും കൊച്ചിയോളം വികസനം പ്രാപിക്കുന്ന ഒരു തുറമുഖ നഗരമായി മാറും. ഇവിടെ കുളിക്കാൻ ഇറങ്ങുന്നത് അപകടമാണ് എന്ന് ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ആ ബോർഡ് നമുക്കൊന്ന് കാണാം. ഇവിടെ ഒരുപാട് ജീവൻ പൊലിഞ്ഞിട്ടുണ്ട്. ഇവിടെ രക്ഷപ്പെടുത്താനുള്ള ഗാർഡുമാരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അതുപോലെ തന്നെ ഇവിടെ എത്തുന്നവർക്ക് ഐസ്ക്രീം, സ്നാക്സ്, ഫ്രൂട്ടി, എല്ലാവിധ ആഹാര സാധനങ്ങളും ഇവിടെ ലഭിക്കും. അതുപോലെ തന്നെ ആ കാണുന്ന ഭാഗത്തൊരു പാർക്കുണ്ട്, നല്ലൊരു പാർക്കാണ്. പിന്നെ ഇവിടെ ഡീകമ്മീഷൻ ചെയ്ത നാവികസേനയുടെ ഒരു യുദ്ധക്കപ്പൽ കാണാം. ആ കപ്പലിനടുത്തേക്കാണ് നമ്മൾ പോകുന്നത്. ബീച്ച് പരിസരത്തുള്ള ബജിക്കടയാണ്. ആൾക്കാരൊക്കെ വന്നു തുടങ്ങുന്നുള്ളായിരിക്കും അല്ലേ ഏട്ടാ? വൈകുന്നേരം ആകുമ്പോൾ നല്ല തിരക്കായിരിക്കും അല്ലേ? പുലിക്കി സർബത്ത്, ലൈം സോഡ ഒക്കെ കിട്ടുന്ന ഒരു ഷോപ്പാണ്. അത്യാവശ്യം വരുന്നവർക്കെല്ലാം ദാഹശമനിക്കുള്ള എല്ലാ മാർഗങ്ങളും ഉണ്ട്. ഇതാണ് ഡീകമ്മീഷൻ ചെയ്ത യുദ്ധക്കപ്പൽ. ഇവിടെ ഒരു മുന്നറിയിപ്പ് ബോർഡുണ്ട്. അനധികൃതമായ യുദ്ധക്കപ്പലിൽ കയറാൻ ശ്രമിക്കുന്നതും വിരൂപമാക്കാൻ ശ്രമിക്കുന്നതും ശിക്ഷാർഹമാണ്
എന്നാണ് എഴുതിയേക്കുന്നത്. ഇവിടെ ഈ കപ്പലിൽ എന്തോ പണി നടക്കാൻ തോന്നുന്നു. ആൾക്കാരൊക്കെ ഉണ്ട്. എന്തായാലും ടൂറിസ്റ്റ് അല്ല, നമ്മുടെ രാജ്യത്തിന് വേണ്ടി പടപൊരുതിയ യുദ്ധക്കപ്പലുകളിൽ ഒരു കപ്പലാണ്. ഇതിൻ്റെ വിശദ വിവരങ്ങളടങ്ങിയ ഒരു ബോർഡ് ഇവിടെ കാണാം. കാഴ്ചക്കാരെ അട്രാക്റ്റ് ചെയ്യുന്ന മനോഹരമായ ഒരു സാന്നിധ്യം തന്നെയാണ് ഈ കപ്പലിൻ്റെ സാന്നിധ്യം. ഇത് മൊത്തത്തിലൊന്നും വായിക്കൽ നടക്കത്തില്ല. ഇത് ഗോവ ഷിപ്പ് യാർഡിൽ ഇസ്രയേലിൻ്റെ സഹകരണത്തോടെ നിർമ്മിച്ച കപ്പലാണ്. അതുപോലെ തന്നെ ഇത് ഡീകമ്മീഷൻ ചെയ്തത് എവിടെ വെച്ചാണെന്നും ഒക്കെ ഇതിനകത്ത് ഉണ്ട്. വായിക്കാൻ പറ്റുന്നവർ വായിച്ചെടുക്കുക. എന്തെങ്കിലും പരിപാടി വല്ലതും നടക്കുന്നുണ്ടോ സാറേ? ഇത് എന്താ സാറേ ഇപ്പോൾ ചെയ്യുന്നത് ഇവിടെ? ഓ, ഇപ്പോൾ എന്തായാലും ടൂറിസ്റ്റുകൾക്കൊന്നും ഇതിനകത്തേക്ക് കയറലും നടക്കത്തില്ലായിരിക്കും അല്ലേ? ഉണ്ട്. അതെങ്ങനെ, പാസ് വെച്ചിട്ടാണോ അതോ? പാസ് വെച്ചിട്ട്. ഇപ്പോൾ പെയിൻ്റ് അടിയും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുകയാണല്ലേ? കഴിഞ്ഞു. ഉണ്ട്. ഗവൺമെൻറ് അവരാ ചെയ്യുന്നല്ലേ? ശരി ശരി, ഓക്കെ ഓക്കെ. അപ്പം ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ അവിടെ എന്തോ ഒരു പരിപാടിയിലാണ്. അനുവദിക്കുമെന്നാണ്, അകത്തേക്ക് കയറലൊക്കെ അനുവദിക്കുമെന്നാണ്. ഇപ്പോൾ എന്തായാലും പാസ് വെച്ചിട്ടാണ്. ഇപ്പോൾ പാസ് വെച്ചല്ല, ഇപ്പോൾ ആരും അകത്തേക്ക് കയറ്റുന്നില്ല. ഇതാണ് മൊത്തത്തിൽ ആലപ്പുഴ ബീച്ചിൻ്റെ ഒരു ലൊക്കേഷൻ. പണി തീരാതെ കിടന്ന് വർഷങ്ങളോളം എടുത്ത് അവസാനം നമുക്ക് രാജ്യത്തിനും അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൻ്റെ റോഡ് ഗതാഗതത്തിന് തുറന്നു കൊടുത്ത ബീച്ച് റോഡിലെ മേൽപ്പാലമാണ്. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. എല്ലാവർക്കും ഇന്ന് മനോഹരമായ ഒരു കാഴ്ച സമ്മാനിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ബീച്ചിൻ്റെ ഒരു മനോഹരമായ കാഴ്ച നിങ്ങളോട് പങ്കുവെക്കുന്നതിനോടൊപ്പം നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നു. ഓക്കേ.